നല്ല ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു ഞണ്ടിൻ്റെ റോസ്റ്റുമായിട്ടാണ്. അതിപ്പം റോസ്റ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വീഡിയോയിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. നമുക്കിന്നേ കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ടേ. ഇതിപ്പം ഏതിനം ഞണ്ടാണെന്നേ നിങ്ങൾക്കെല്ലാവർക്കും സംശയം തോന്നും. അപ്പോൾ ഇത് വെള്ള ഞണ്ടാണ്. ഇതിനെ കോറ ഞണ്ട് എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പം ഇതിപ്പോൾ അതാണ്ട് ഇത് ആൺഞണ്ടാണ്. ബാക്കി ഈ ഇരിക്കുന്നതെല്ലാം പെൺഞണ്ടാണ്. ഇപ്പം ഞാനിതൊന്നും ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങളിതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിതെല്ലാം ഒന്ന് എടുത്തു വെച്ചേക്കുവാണ്. ഇനിയിപ്പം നമുക്ക് ഇതെല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം. ഓക്കേ. ഞണ്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ചേർത്ത്, വെള്ളം വേണമെന്നില്ല, ഒഴിച്ച് ഒന്ന് വേവിച്ച് എടുത്തുകൊണ്ട് വരാം. റോസ്റ്റ് ചെയ്യാനുള്ള ഞണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വേവിക്കാൻ വെക്കുമ്പം ഇതിൽ നിന്ന് തന്നെ വെള്ളം ഊറി ഇറങ്ങിക്കോളും. വെള്ളമൊന്നും ചേർക്കാതെ വേണം വേവിക്കാൻ. ഇനി അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി, പച്ചമുളക്, 4 ചെറിയ സവാളയായിരുന്നു, 2 തക്കാളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറുള്ളി. ഇതിടുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഇതിൻ്റെ മസാലകൾ: മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. പിന്നെ നമുക്ക് ബാക്കിയുള്ള സ്വല്പം ഗരം മസാല, ഉപ്പ്, എണ്ണ അതെല്ലാം ചേർത്ത് ഇത് നമുക്കിനി പാകം ചെയ്യാം. വായു. കടായി വെച്ചിട്ടുണ്ട്, ചൂടായി. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഞണ്ടല്ലേ അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇച്ചിരി തോനെ ഇടണം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. സവാള ഇടാം. ചെറുള്ളി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഈ സവാള എല്ലാം ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത്. ഇപ്പോൾ നമ്മൾ ഞണ്ട് വേവിച്ചപ്പം ഒരു സ്വല്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞണ്ടിന് തന്നെ ഓൾറെഡി കുറച്ച് ഉപ്പുള്ളതാണ്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഞണ്ട് റോസ്റ്റ് ചെയ്യുമ്പോഴും കറി വെക്കുമ്പോഴും ഒക്കെ ഉപ്പ് ചേർക്കാൻ. അല്പം കൂടെ മൂക്കാനുണ്ട്. മസാലകൾ ചേർക്കാം. മസാലയൊക്കെ ഒന്ന് മൂക്കട്ടെ. മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് ഉടയട്ടെ. നമുക്കിതിനകത്തേക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഞണ്ടെല്ലാം ചേർത്തിട്ടുണ്ട്. നമുക്കിത് കൂട്ടി യോജിപ്പിക്കാം. കൂട്ടി യോജിപ്പിച്ച് ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നെങ്കിൽ ഇതെല്ലാം നന്നായിട്ട് വെന്ത് ഈ ഞണ്ടിനകത്തേക്ക് മസാലയെല്ലാം പിടിക്കത്തുള്ളൂ. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് മസാലയെല്ലാം നന്നായി പിടിക്കട്ടെ. ചെറിയ തീക്കകത്ത് വെച്ചിരുന്നാൽ മതി. ഏകദേശം റെഡിയായി വരുന്നു. ഇനി നമുക്കിതിനകത്തേക്ക് ഒരല്പം ഗരം മസാല ഇടാം. ഇപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കായലിലെ ഞണ്ടല്ല, ഇത് കടലിലെ ഞണ്ടാണ്. ഇത് കോറ ഞണ്ടെന്ന് പറയും ഇതിന്. പക്ഷെ വളരെ ടേസ്റ്റിയാണിത്. എല്ലാവരും ചെയ്ത് നോക്കണേ.